കുമാറാകട്ടെ. എല്ലാം കൈനിറച്ചുണ്ടായിട്ട് ഒരു സമയത്തെങ്ങാനും ഇല്ലാതെ പോയാ സഹോദരങ്ങളെ, പണ്ട് മുതൽ ദാരിദ്ര്യമാണെങ്കിൽ പ്രശ്നമില്ല, നേരത്തെ മുതലേ പട്ടിണിയാണെങ്കിൽ പ്രശ്നമില്ല, എല്ലാം കയ്യിൽ നിറഞ്ഞിരുന്നിട്ട് ഒരു സമയത്ത് പെട്ടെന്നെങ്ങാനും തകർന്നു പോയാ അള്ളാന്റെ റസൂല് പോലും അള്ളാഹുവിനോട് ദുആ ചെയ്തതാണ്, അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവൂലി ആഫിയതിക വഫുജ്അതി നിഅമതിക വജമീഇ സഖതിക വന്നാർ. അല്ലാഹുവേ 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 അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവലിനെ തേടുകയാണ്. മിൻ സവാലി നിഅമതിക, നീ എനിക്ക് തന്ന ആഗ്രഹങ്ങളെങ്ങാനും ഒന്ന് പെട്ടെന്നൊന്ന് മാറിപ്പോകുന്നതിനെ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവലിനെ തേടുകയാണ്. എന്റെ സഹോദരങ്ങളെ ആവർത്തിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അല്ലാഹു തന്നിരിക്കുന്ന അനുഗ്രഹമൊന്ന് നീങ്ങിപ്പോകാതിരിക്കാൻ ഒരൊറ്റ രോഗമൊന്ന് ജീവിതത്തിലോട്ട് കടന്നു വന്നാൽ പോരെ. ഒരു മാരകമായ രോഗമെങ്ങാനും കടന്നു വന്നാ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോ ഒരിക്കലും റഹ്മാനായ റബ്ബി വിനീതന്റെ കൺമുമ്പിലൊരു വല്ലാത്ത കാഴ്ച കാണിച്ചു തന്നു. ഒരു ദിവസം ഞാൻ എന്റെ ജീവിതത്തിന്റെ എല്ലാ നന്മകളുടെ നടുവിലൂടെ നടക്കുമ്പോഴും ഇപ്പോഴും എനിക്ക് ആ ചരിത്രം മാറിയിട്ടില്ല. പെട്ടെന്ന് ഞാൻ ഓർമ്മയിൽ നിന്നെടുത്തു പറയുകയാ, ഒരു ദിവസം ഞാൻ ജോലി ചെയ്യുന്ന എന്റെ പള്ളിയിലേക്ക് വെള്ളിയാഴ്ച ദിവസമാണ്. രാവിലെ പ്രഭാഷണം കഴിഞ്ഞ് വന്നതിന്റെ വല്ലാത്ത ക്ഷീണം കാരണത്താൽ കിടന്നുറങ്ങിപ്പോയി. ആ സമയത്ത് ജുമയുടെ തിരക്ക് പിടിച്ച സമയത്താണ് എഴുന്നേൽക്കുന്നത്. പെട്ടെന്ന് കുളിച്ച് റെഡിയായി വീടിന്റെ തൊട്ടടുത്തുള്ള പള്ളിയിലോട്ട് കടന്നു ചെല്ലുമ്പോ പള്ളിയുടെ ഗേറ്റ് നടന്നിട്ട് ഞാൻ എന്റെ വാഹനത്തിൽ പോയി ഇറങ്ങുമ്പോ വെള്ളിയാഴ്ച പതിവ് പോലെ ജുമാ മസ്ജിദിന്റെ പടിവാതിക്കല് ധാരാളം യാചകര് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഞാനൊരു ചെറുപ്പക്കാരനായ ഒരു 40-45 വയസ്സുള്ള ഒരു മനുഷ്യനെ കണ്ടു. ഒരു വെള്ള തോർത്തുകൊണ്ട് തന്റെ വലത്തെ കവിളിങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യന് എന്നെ കണ്ടതേ വല്ലാത്ത പരിചയഭാവത്തോടെ അയാൾ ഓടി വന്നു. പക്ഷേ ജുമയ്ക്ക് കയറേണ്ട വല്ലാത്ത തിരക്ക് കാരണത്താൽ ഏതാണ്ട് സമയം ജുമയുടെ ബാങ്ക് വിളിക്കേണ്ട സമയമായി. തലേ ദിവസം ദീർഘമായ യാത്ര ചെയ്തതിന്റെ ആലസ്യമുണ്ട്. ആ സമയത്ത് ഞാൻ വാഹനത്തിൽ നിന്നിറങ്ങി എന്റെ റൂമിലോട്ട് കയറുമ്പോ അയാൾ ഓടി വന്നിട്ട് എന്നോട് സലാം പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, ഉസ്താദെ കബീർ ഉസ്താദല്ലേ? ഞാൻ അതേ എന്ന് മറുപടി പറഞ്ഞു. ഉസ്താദിന് എന്നെ പരിചയമുണ്ടോ? പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചു നോക്കി. വലത്തെ കവിൽ ഭാഗത്തൊരു വെളുത്ത തോർത്തുകൊണ്ട് അമർത്തിപ്പിടിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാതെ മുഖത്തോട്ട് നോക്കിയപ്പോൾ കവിളല് പോലും ഒട്ടിപ്പിടിച്ചൊരു പ്രാകൃത രൂപമാ. എനിക്ക് അദ്ദേഹത്തെ കണ്ടിട്ടൊരു പരിചയം തോന്നിയില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ പരിചയം തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഒന്നുകൂടി സൂക്ഷിച്ചൊന്ന് നോക്കൂ ഉസ്താദേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നുപോയി. അല്ലാഹു പുറത്തു തരട്ടെ, ഞാൻ എന്റെ അവിവേകം കൊണ്ട് പറഞ്ഞതായിരിക്കാം. അദ്ദേഹം എന്നോട്, ഞാൻ സാധാരണ ചില പിരിവുകാര് വന്നിട്ട് പിരിവ് വാങ്ങിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു തന്ത്രമെന്നതിന്റെ അപ്പുറമൊന്നും ചിന്തിച്ചില്ല. അദ്ദേഹം എന്നോടൊന്ന് സൂക്ഷിച്ചു നോക്കുസ്താദേ എന്ന് പറഞ്ഞപ്പോ ജുമയ്ക്ക് കയറേണ്ട തിരക്ക് കാരണത്താൽ ഒരു ഖത്തീബിന് തിരക്കുള്ള സമയമാണല്ലോ. എത്ര വലിയ ആളാണെങ്കിലും ചെറിയ ആളാണെങ്കിലും ആ സമയത്ത് എനിക്കൊരു വല്ലാത്ത ദേഷ്യം തോന്നിപ്പോയി മനസ്സിൽ. അല്ലാഹു പുറത്തു തരട്ടെ, എന്റെ അഹങ്കാരം കൊണ്ട് തോന്നിയതായിരിക്കാം. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയില്ല, എന്താ കാര്യമെന്ന് പറയാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കൈയൊന്നുമല്ല തട്ടിമാറ്റി മുമ്പോട്ട് നടക്കുമ്പോ ആ മനുഷ്യൻ എന്തോ പിറുപിറുക്കുന്നത് ഞാൻ കേട്ടു. പെട്ടെന്ന് എന്റെ കാലടി അറിയാതെ പാദം അവിടെ തന്നെ ഉറച്ചുപോയി. നേരെ തിരിഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ പറഞ്ഞത്? രണ്ടാമതൊന്നുകൂടി ആവർത്തിച്ചില്ല. അയാൾ പറഞ്ഞത് നന്നായിട്ട് വ്യക്തമായിട്ട് ഞാൻ കേട്ടു. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ? അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ എന്റെ മനസ്സിന് എനിക്ക് തന്നെ കുറവുള്ളത് കൊണ്ട് പറയുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താ? അയാൾ ചോദിച്ചു, ഉസ്താദേ ഞാൻ ആരെന്നറിയുമോ? അയാളുടെ പേര് പറഞ്ഞു, അയാൾ താമസിക്കുന്ന നാടും പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, അയാൾ
അയാളുടെ കയ്യിലേക്ക് അറിയാതെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മതപ്രഭാഷണം നടത്താൻ പോയപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചതാ. ദുബൈയിൽ നല്ല സുന്ദരമായ ജോലിയിൽ കിടന്ന ചെറുപ്പക്കാരനാ. അള്ളാഹു 3 പെൺമക്കളെയാണ്, ആപ്പിൾ പോലെ തോന്നുന്ന 3 പെൺമക്കൾ, വിശാലമായൊരു വീടിന്റെ എല്ലാ സൗകര്യങ്ങളിലും ജീവിച്ച മനുഷ്യന് അയാൾ ആ കോലത്തിൽ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു പോയി, എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പോ, ഓ മനുഷ്യനെ ഞാൻ കയ്യിൽ പിടിച്ചു കണ്ട് റൂമിലേക്ക് കൊണ്ടുപോയി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ എന്റെ അറിവില്ലായ്മ കൊണ്ട് പെട്ടെന്ന് എനിക്ക് നിങ്ങളുടെ രൂപം കണ്ടിട്ട് മനസ്സിലായില്ല. അന്ന് എത്രയോ സൗന്ദര്യമുള്ള ചെറുപ്പക്കാരനാ. എന്റെ കൂടെയുള്ള ഉസ്താദന്മാരോട് ഞാൻ പറഞ്ഞു, ഒരു ഗ്ലാസ് ചായ കൊണ്ടുവന്ന് കൊടുക്കുമോ? ഓ സമയത്ത് അയാൾ പറഞ്ഞു, ഉസ്താദേ എനിക്ക് ചായ വേണ്ട. എന്താ, ഞാൻ പരിചയം കാണിക്കാത്തതിന്റെ പരിഭവമാണോ എന്ന് ചോദിക്കുമ്പോ അയാൾ പറഞ്ഞു, ഉല്ല ഉസ്താദേ, ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ എനിക്ക് വല്ലാത്ത കൊതിയുണ്ട്, പക്ഷെ ഇതേവരെ എനിക്കതിന് സമ്മതിച്ചിട്ടില്ല. 3 വർഷമായിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം തൊണ്ടക്കുടിയിലോട്ട് എടുക്കാൻ എനിക്ക് കഴിയില്ല. എന്താന്ന് ചോദിച്ചപ്പോ ഇത് കണ്ടോന്ന് പറഞ്ഞിട്ട് വലതുഭാഗത്തേക്ക് തോർത്തുകൊണ്ട് അടച്ചു വെച്ച ആ സഹോദരൻ വലത്തെ കവിളിൽ ചേർത്ത് വെച്ച വെളുത്ത തോർത്തുമുണ്ടങ്ങ് എടുത്തു മാറ്റുമ്പോ അള്ളാഹു നമുക്കാർക്കും ആ ഗതി വരുത്താതിരിക്കട്ടെ. മോണയിൽ ക്യാൻസർ ബാധിച്ചിട്ടൊരു പപ്പടത്തിന്റെ വലിപ്പത്തിൽ മോണ മുഴുവനെ ഇളകി മാറിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാ ആ വെള്ളം മുഴുവനും മോണയിലെ തുളയിലൂടെ വെളിയിലോട്ട് പോകുന്ന ഒരു മനുഷ്യന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അത് അണ്ണാക്കിലേക്ക് ഇറങ്ങാതെ വലത്തെ കവിളിന്റെ ഭാഗത്തുള്ള സുഷിരത്തിലൂടെ വെളുക്കലോട്ട് പോകുന്ന ചെറുപ്പക്കാരനെ കാണുമ്പോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കഴിയില്ല ഉസ്താദേ എന്ന് പറഞ്ഞ് ചികിത്സിച്ച് ദുബൈയിൽ നിന്ന് കയറി വന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെയാ ഈ രോഗം വന്നത്? ഞാൻ ദുബൈയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ രാവിലെ പല്ല് തേക്കുമ്പോഴും മോണയിൽ ഒരു വല്ലാത്ത വേദന തോന്നി. ഞാൻ വെറുതെയാണെന്ന് കരുതി 2 ദിവസം കഴിഞ്ഞു അസഹ്യമായപ്പോൾ ഹോസ്പിറ്റലിൽ പോയി. മരുന്ന് കഴിഞ്ഞിട്ടും കുറവില്ല. അവരവിടെ നിന്ന് നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. നാട്ടിലെ ഹോസ്പിറ്റലിൽ നോക്കിയിട്ടും കുറവില്ല. അവസാനം RCCയിൽ ചെല്ലുമ്പോഴാണ് ക്യാൻസർ ആണെന്നറിഞ്ഞത്. എന്റെ കിടപ്പാടം പോലും വിട്ടുപോയി. 3 പെൺമക്കളുമായിട്ട് ഞാനിന്ന് വലിയ ആധാരമായി വാടകത്തിണ്ണയിൽ കിടക്കുകയാ. ഉസ്താദേ, വാടക കൊടുത്തിട്ട് 3 മാസങ്ങളായി. വാടക കൊടുക്കാനില്ലാതിരിക്കുമ്പോഴാണ് നിങ്ങളുടെ കാര്യം ഓർത്തത്. അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച ദിവസം എനിക്ക് കയറി കിടക്കാൻ 1 മാസത്തെ വാടക കൊടുക്കാൻ ഒരു സഹായം എനിക്ക് ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ട് എന്റെ മുമ്പിൽ വന്ന ചെറുപ്പക്കാരന് അൽഹംദുലില്ലാഹ് എല്ലാ സദസ്സിലും ദുആ ചെയ്ത് ഒരല്പം ശമനമൊക്കെ വന്നിട്ടുണ്ട്. ഒരു 2 സെന്റ് സ്ഥലം വീണ്ടും വാങ്ങിച്ചിട്ട് അവിടെ ഒരു കെട്ടിടത്തിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ധാരാളം ആളുകൾ സഹായിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബ്ബിനോട് ദുആ ചെയ്തോ? എന്റെ പൊന്നു ചെറുപ്പക്കാരാ, എന്തഹങ്കാരത്തോടെയാ റബ്ബിനെ മറന്നിട്ട് നടക്കുക? പൊന്നുമോനെ, ഒരു നിമിഷത്തിലെങ്ങാനും റബ്ബെങ്ങാനും ഒരു തീരുമാനമെടുത്താ നിന്റെ ഈ കാണുന്ന 6 അടി ശരീരമുണ്ടല്ലോ, ആ ശരീരത്തെ മുഴുവനെ നിയന്ത്രിക്കുന്ന ഒരു റിമോട്ട് കൺട്രോൾ മസ്തിഷ്കത്തിന്റെ സെറിബ്രല്ലത്തിന്റെ വലതുഭാഗത്തുണ്ട്. വെറും 4 ഗ്രാം തൂക്കമുള്ള ഒരു ഉണക്കമുന്തിരിയുടെ മാത്രം വലിപ്പമുള്ള 4 ഗ്രാം തൂക്കമുള്ള ഒരു കറുത്ത ഉണക്കമുന്തിരിയുടെ വലിപ്പമുള്ള സെറിബ്രല്ലത്തിന്റെ വലതുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹൈപ്പോതലാമസ് എന്ന് പേരുള്ള ആ ഒരൊറ്റ സാധനമാണ് പൊന്നുമോനെ നിന്റെ ഈ കാണുന്ന ശരീരത്തെ നിയന്ത്രിക്കുന്നത്. അത് പ്രവർത്തിക്കുന്നത് കണ്ടാണ് ഉറങ്ങിക്കിടക്കുന്ന നീ എഴുന്നേൽക്കുന്നത്. നിന്റെ ശരീരം വയർക്കുന്നത്, നിനക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നത്. ആ ഒരു സാധനമെങ്ങാനും 4 ഗ്രാം മാത്രം വലിപ്പമുള്ള ഒരു ഉണക്കമുന്തിരിയുടെ മാത്രം വലിപ്പമുള്ള 4 ഗ്രാം തൂക്കമുള്ള ആ ഒരൊറ്റ സാധനമെങ്ങാനും അതിനെവിടെയെങ്ങാനും ഒരു കേടുവന്നാ പൊന്നുമോനെ, ഇന്ന് രാത്രിയിൽ ചുറ്റുമൂലയിലെ വീട്ടിൽ പോയി കിടന്ന രാവിലെ നീ കണ്ണുരാ ചുറ്റുമൂലപ്പള്ളിയുടെ മിനാരത്തിൽ പിന്നെ നിന്റെ പേര് വിളിച്ചു പറയും. 10 മണിക്കാണ് കബറടക്കമെന്നേ പറയുള്ളൂ. ഇത് ഞാൻ പറഞ്ഞത് മനുഷ്യ ശരീരത്തിന്റെ ആയിരക്കണക്കിന് സങ്കീർണതകളിൽപ്പെട്ട ഒരേ ഒരു സങ്കീർണതയാണ് പറയുന്നതെങ്കിൽ അള്ളാഹുവിനോട് തരാനല്ല ചോദിക്കേണ്ടത്. അള്ളാഹുവേ, തന്നത് നീ നിലനിർത്തണേ അല്ലാ.
പടച്ചവനെ നീ ഞങ്ങൾക്ക് നൽകിയ ഈ ആയുസ്, അല്ലാഹുവേ ഈ നൽകിയ ആരോഗ്യം നീ എത്ര നാള് നിലനിർത്തുമെന്നറിയില്ല. ദേശീയപാതയിലൂടെ ചൂറിപ്പാഞ്ഞു വരുമ്പോ തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ 7:30 മണിക്കാണ് പ്രഭാഷണം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുന്നത്. 9:30 മണിക്കാണ് ഞാൻ ചുറ്റുമൂലയിലെത്തുന്നത്. എന്റെ വാഹനം ഓടിക്കുന്ന എന്റെ ഡ്രൈവർ ഷഹബാസ് എന്ന ചെറുപ്പക്കാരൻ അല്ലാഹു ആരോഗ്യവും ആയുസ്സും നൽകട്ടെ. വാഹന സ്പീഡിൽ ദേശീയപാതയിലൂടെ പാഞ്ഞു വരുമ്പോ പലപ്പോഴും ഞാൻ പറഞ്ഞു, പൊന്നുമോനെ സ്പീഡ് കുറയ്ക്കണേ. ദേശീയപാതയിൽ ചിതറിത്തെറിക്കുന്ന മൃതദേഹങ്ങൾ കാണുമ്പോ വാഹനത്തിന്റെ അകത്ത് കടന്നിട്ട് ബയ്യത്ത് പൊതിയാൻ പോലും പടിയാടെ കൈക്കുമ്പിൽ കോരിയെടുക്കുന്ന മൃതദേഹം കാണുമ്പോ പടച്ചറപ്പെങ്ങാനും ഒരു നിമിഷമെങ്ങാനും ഒരു തീരുമാനം വന്ന അള്ളാന്റെ തീരുമാനമെങ്ങാനും ഒരു നിമിഷം വന്ന എത്രയോ മൃതദേഹങ്ങളാണ് ദേശീയപാതയിൽ ചിതറിത്തെറിച്ചുമാണ് പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട സമൂഹമേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എങ്ങോട്ടാ നീ നിന്റെ ഓട്ടം എങ്ങോട്ടാ പോകുന്നത്? പടച്ചറബെങ്ങാനും ഒരു ദിവസമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ സൂര്യനെ പടച്ചറബ്, ചന്ദ്രനെ പടച്ചറബ്, ആ ചന്ദ്രന്റെ നിഴല് സൂര്യന്റെ നേരെയാക്കിയിട്ട് സൂര്യഗ്രഹണം നടത്തുന്ന റബ്ബ്, ഓ റബ്ബ് ാനും ഒരു ദിവസമൊന്ന് തീരുമാനിച്ച ജപ്പാനില് സുനാമിയുടെ തിരമാല ആഞ്ഞടിപ്പിച്ച തമ്പുരാനില്ലേ, ജപ്പാനില് ഭൂകമ്പമുണ്ടാകുമ്പോൾ സർവ്വ വിദേശക്കാരും ഭൂമിയിൽ നിന്നിറങ്ങി ഓടുകയാ. ഒരൊറ്റ ജപ്പാൻകാരൻ പോലും ജപ്പാന്റെ വീട്ടിൽ നിന്നിറങ്ങിയില്ല. കാരണമെന്താ? അവരതേവരെ വിശ്വസിച്ചിരുന്ന അവരുടെ കെട്ടിടങ്ങൾക്ക് ഭൂകമ്പത്തെ പ്രതിരോധിക്കാനുള്ള ശക്തിയുണ്ടെന്നാണ്. എല്ലാ